നിനക്കായി മാത്രം ഭാഗം 21. അവൻ നേരെ വന്ന് ആൽത്തറയുടെ അരികിലായിരിക്കുന്ന അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്കെത്തി. പെട്ടെന്ന് മുന്നിൽ ഹരിയെ കണ്ടതും അവൾക്കൊരു നിമിഷം ദേഷ്യമാണ് തോന്നിയത്. ഐ ആം സോറി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. താൻ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടോ. പിന്നെ കൂട്ടുകാരിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സമാധാനമായിട്ട് ആലോചിക്കാൻ പറയും കുട്ടിയോട്. അപ്പോൾ ഓക്കെ, ബൈ. ഇനിയിപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇത് പിടിക്ക്. കയ്യിൽ എന്തോ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഹരി അത് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. ഒരു നിമിഷം കൈ നീട്ടണോ വേണ്ടയോ എന്ന് വേണിയൊന്ന് ആലോചിച്ചു. പിന്നെ അവൻ്റെ മുന്നിലേക്ക് കൈ നീട്ടി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നിവേദ്യമായി കിട്ടിയ അവലായിരുന്നു അവൻ അവൾക്ക് മുന്നിലേക്ക് നീട്ടിയത്. സോറി, ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിൽ ഈ ഭഗവാന്റെ പ്രസാദം മാത്രമേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അവളുടെ കയ്യിലേക്ക് അത് മുഴുവൻ കൊടുത്തുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ നടന്നകന്നു. അപ്പോഴാണ് അവൾ വൈകി ഇതുവരെ വന്നില്ലല്ലോ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അവൾ വേഗം കുളപ്പടവിലേക്ക് നടന്നു. അവിടെ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ആള്. വീട്ടിൽ പോകണ്ടേ മോൾക്കിന്ന്? അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വേണി ചോദിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാതെ ഏതോ സ്വപ്നലോകത്തെന്നതുപോലെ കുളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വൈഗ. വേണി വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. എടി വൈകു! വേണി അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അവൾ ഞെട്ടലോടെ അവളെ നോക്കിയത്. എന്തായി കാര്യങ്ങളൊക്കെ? എന്ത്? വൈകയിൽ ആകെ ഒരു പതർച്ച മറഞ്ഞു കിടക്കുന്നത് വേണിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ നിന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? പുള്ളി എന്നോട് ആളുടെ പേരും എന്താണിപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പേര് കിട്ടിയോ? എന്താ പേര്? ഹരിനാരായണൻ. എന്ത്? ഹരിനാരായണൻ എന്ന്? ഹരിനാരായണൻ? ഓ, ഇത്രയും പവർഫുൾ പേരായിരുന്നോ? നമ്മൾ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ അഖിലിനെയും അമലിനെയും ഒക്കെ നോക്കിയിരുന്നു. വേണി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുള്ളൂ? വേണി അവളോട് വീണ്ടും ചോദിച്ചു. നീ വാ, നമുക്ക് പോവാം. സമയം ഒരുപാടായി. അച്ഛനും ഏട്ടനും ഒക്കെ എന്നെ അന്വേഷിച്ചു വരും. വൈഗ അവളുടെ കൈയും പിടിച്ച് കുളപ്പടവിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി. എടി, സത്യം പറയ്, പുള്ളി ഇതൊക്കെ മാത്രമാണോ നിന്നോട് പറഞ്ഞത്? വേണി അവളോട് വീണ്ടും ചോദിച്ചു. ആ ചോദ്യത്തിൽ വൈഗ മുഖം കുനിച്ചു കളഞ്ഞു. എടി കള്ളി, അപ്പോൾ പുള്ളി നിന്നോട് കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. വേണി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. സത്യം പറ വൈകു, പുള്ളി നിന്നോട് എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? നിന്നോട് എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആളെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത്ര വേഗമോ? അത് കേട്ടതും വൈകി അവളെ കണ്ണു മിഴിച്ചു നോക്കി. സോറി, വേഗമൊന്നല്ല. എന്നാലും ഇത്ര പെട്ടെന്ന് അയാൾ നിന്നോട് ഇഷ്ടമാണെന്ന കാര്യം പറയുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളി എന്നോട് ഇങ്ങോട്ട് ഒരുപാട് സംസാരിച്ചു. ഒടുക്കം പെട്ടെന്നാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞത്. ഒരു നിമിഷത്തേക്ക് കേട്ട ഞാൻ തന്നെ അന്തം വിട്ടതുപോലെ ആയിപ്പോയി. വൈഗ അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. അല്ല, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ആ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് തിരിച്ചു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞെട്ടലോടെയുള്ള വൈഗയുടെ സംസാരം കേട്ടതും വേണി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. നിനക്കിതിൽ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? പണ്ടെങ്ങാനും ആ ചേട്ടനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ നാൾ അങ്ങനെ നടന്നു. പിന്നെ പറഞ്ഞു ആ ചേട്ടനോട് നിനക്ക് ക്രഷാണെന്ന്. ഇപ്പോൾ ഒടുക്ക ആ ചേട്ടനെ നിനക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു നിന്നെ മനസ്സിലാക്കി തന്നു. എന്നിട്ട് പിന്നെ നിനക്ക് പുള്ളിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേണി അവളോട് തിരികെ അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത്. എടി, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തിരികെ മറുപടി പറയുന്നത്? വൈഗ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. പുള്ളി ഒരു പാവമാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. വേണി പറഞ്ഞതും വൈഗ അതിനൊന്ന് അമർത്തി മൂളി. അല്ല വേണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്നെ പുള്ളി ചീത്ത പറഞ്ഞതിന് നിനക്ക് ദേഷ്യമായില്ലേ? സത്യം പറയാലോ, എനിക്ക് അയാളെ അന്നേരം കുളത്തിലേക്ക് തള്ളിയിടാനാണ് തോന്നിയത്. പക്ഷേ തിരിച്ചു പോകുന്നത് വഴി ആളെൻ്റെ അടുത്ത് വന്നിരുന്നു. എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ തന്ന് സോറിയൊക്കെ പറഞ്ഞിട്ടാ പോയത്. വേണി പുഞ്ചിരിയോടെ പറഞ്ഞതും വൈഗ ആണോ എന്ന രീതിയിൽ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് പറയുക, പുള്ളി നല്ലൊരാളാണെന്ന് തോന്നുന്നു. പിന്നെ നിന്റെ വീട്ടുകാരോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ അല്പം ദേഷ്യവും തൻ്റെയും ഒക്കെ വേണമല്ലോ. വേണി അതുകൂടി ഓർമ്മിപ്പിച്ചതും വൈഗയുടെ ഉള്ളിലൂടെ പെട്ടെന്നൊരു മിന്നൽ പിണർ പോയതുപോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് കുറച്ച് സമയത്തേക്ക് അവൾ സൈലൻ്റ് ആയിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എടി, പക്ഷേ ഇങ്ങനൊരു ബന്ധം വീട്ടിൽ അച്ഛനും ഏട്ടനും ഒക്കെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണി. അതിലിത്ര സംശയിക്കാൻ എന്താ ഉള്ളത്? ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. നിന്റെ വീട്ടുകാർക്ക് പണവും പ്രതാപവും ഒന്നും ആയിരിക്കില്ല പ്രശ്നം. നീ നിന്റെ ഇഷ്ടത്തിന് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു എന്നത് മാത്രമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയൊക്കെ പോയാലും ഈ ബന്ധത്തിൽ നിന്റെ വീട്ടുകാർക്ക് എതിർപ്പായിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയവും ഇല്ല.
വേണി അവളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തീർത്തും പറഞ്ഞു. അതുകൂടി കേട്ടതും ടെൻഷനോടെ വൈഗ നഖം കടിച്ചു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറിയാൽ മതി. വേണി അങ്ങനെ കൂടെ പറഞ്ഞതും വൈഗ ഓരോ കാര്യങ്ങളും വീണ്ടും ഒന്നുകൂടി മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു. നീ എന്നിട്ട് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ എന്ത് തീരുമാനിക്കാനാണ്? അപ്പോൾ നീ പുള്ളിയോട് ഇഷ്ടമാണെന്ന് പറയുന്നില്ലേ? അതാ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യെന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. വൈഗ നഖം കടിച്ചുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് അങ്ങോട്ട് ചിന്തിക്കും. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറിയാൽ മതി. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം നീ അയാളെ അറിയിക്കുന്നതായിരിക്കും നല്ലത്. വൈഗ അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് തന്നെ ഇരിപ്പായിരുന്നു. പക്ഷേ നേരെ തിരിച്ച് ഹരിയുടെ മനസ്സിലാണെങ്കിൽ ഒരു ലഡു പൊട്ടിയ പോലുള്ള സന്തോഷമായിരുന്നു. ഇത്ര നാളും മനസ്സിലങ്ങനെ താഴിട്ട് പൂട്ടി വെച്ചിരുന്ന തൻ്റെ ഇഷ്ടം അത് ഇന്നത് അറിയിക്കേണ്ട ആളെ അറിയിച്ചിരിക്കുന്നു. അവന് ആകെ സന്തോഷം തോന്നി. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി അങ്ങനെ തങ്ങി നിന്നിരുന്നു. അത് അവൾക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നു. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ തന്നെ സോഫയിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടില്ലെന്ന് തന്നെ നടിച്ചതല്ല, അവൻ ശരിക്കും അവരൊന്നും കാണുന്നുണ്ടായില്ല. വേറെ ഏതോ ലോകത്ത് എത്തിച്ചേർന്നത് പോലെ ആയിരുന്നു അവന് അന്നേരം. അവൾ മാത്രം നിറഞ്ഞു നിന്നൊരു ലോകം. ഹരി മുറിയിലേക്ക് വന്നപ്പോഴും വീണ്ടും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. ആദ്യമായിട്ട് അവളെ കാണുമ്പോൾ അവൾക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആൾ വലുതായി. ഇപ്പോൾ എന്ത് ചെയ്യാണെന്ന് പോലും ചോദിച്ചില്ല. ആ, ഇനിയും സമയമുണ്ടല്ലോ, എല്ലാം ചോദിച്ചറിയണം. അതിനു മുന്നേ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം കൂടെ അവൾ എന്നെ അറിയിക്കണം. അങ്ങനെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള പലവിധ ചിന്തകളുമായിട്ട് ഹരി കട്ടിലിലേക്ക് അങ്ങനെ കിടന്നു. ആ സമയം അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു, ഇനി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ. ദിവസങ്ങൾ പിന്നെയും കടന്നു പോയിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ആ സ്ഥലം സ്വന്തമാക്കാനുള്ള 18ാമത്തെ അടവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സതീശൻ ഈ സമയത്തെല്ലാം. അയാളുടെ സകല പിടിപാടുകളും ഉപയോഗിച്ചാണ് അയാൾ ഓരോ തവണയും ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ അതിൽ ഹരിയെക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു അനക്കം പോലും ചെയ്യാൻ കഴിയുമ്പോഴേക്കും അതെല്ലാം താറുമാറായി പോവുകയാണ്. ഇതിപ്പോൾ ഒരു തവണയല്ല ഇങ്ങനെ എല്ലാം അവസാനത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാം കൂടി നശിഞ്ഞു പോകുന്നത്. 3 തവണയാണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊണ്ടുവന്ന് അവസാനമാകുമ്പോൾ ഒന്നും നടക്കാതെ പോകുന്നത്. ഇപ്പോൾ ഈയൊരു സ്ഥലം തൻ്റെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് താൻ ചിലവാക്കിയിരിക്കുന്ന പൈസ ചില്ലറയല്ല. ഈ സ്ഥലത്തിന് വേണ്ടി ചിലവാക്കിയ പണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങാനാകും. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ അത്രയും നല്ല സ്ഥലം വേറെ എവിടെയും കിട്ടാനില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ നാട്ടിലോ ഇതിനടുത്തുള്ള സ്ഥലങ്ങളിലോ അത്ര വലിയതും അത്ര ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ളതുമായിട്ടുള്ള ഒരു റിസോർട്ടില്ല. മാത്രമല്ല അത്യാവശ്യം പ്രകൃതി രമണീയതയും പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാനാകുന്ന ഒരു ഗ്രാമം തന്നെയാണിത്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഒരു റിസോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും വിദേശികളെയും മറ്റ് സഞ്ചാരികളെയും ഒക്കെ ആകർഷിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുവഴി ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാകുമായിരിക്കും തിരിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നായി കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു സതീശൻ. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ ഒരു സ്ഥലം കൈക്കലാക്കണം എന്നാഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഹരി എന്ന പടുമരം അതിന് തടസ്സം കൊണ്ടുവന്ന് വിലങ്ങുതടിയായി ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിൽ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ചിന്തയുമായിട്ട് കനലാഴി പോലെ എരിയുന്ന മനസ്സുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സതീശൻ. സതീശേട്ടാ. അതേസമയം തന്നെ സംഗീത അയാളുടെ അടുത്തേക്ക് വന്നു. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ? ഏത് സമയവും എന്തെങ്കിലും ആലോചനയും മറ്റുമാണ്. എന്നോടൊന്ന് നേരെ സംസാരിച്ചിട്ട് പോലും ദിവസങ്ങളായിരിക്കുന്നു. പറ്റുന്നില്ല സംഗീ, എനിക്ക് അവൻ്റെ മുൻപിൽ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സിന് കഴിയുന്നില്ല. അവനെ ഒരു തവണ പോലും ഞാൻ എൻ്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ നിൽക്കുന്നത് എൻ്റെ ശത്രുസ്ഥാനത്താണ്. കയ്യിലുള്ള സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ചുകൊണ്ട് അയാൾ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അന്ന് നമുക്ക് പറ്റിയ ഒരു വലിയ പാകപ്പിഴ തന്നെയാണ് ഹരി. ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അന്ന് അതിന് കഴിയാതെ വന്നപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചതാണ് ഇവൻ നമുക്ക് വിനയായി തന്നെ വരുമെന്ന്. സംഗീതയുടെ കൈകൾ ദേഷ്യത്തോടെ ബാൽക്കണിയിലെ റൈലിങ്ങിൽ മുറുകി. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സംഗി. ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. അവനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ എളുപ്പമാണ്. പക്ഷേ അതല്ല വേണ്ടത്. ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരം മാത്രമാണ്. അതില്ലാതെയാകണം. അവൻ്റെ മുന്നിൽ എനിക്ക് ജയിക്കണം. അവനെ തോൽപ്പിച്ച് അവൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള സന്തോഷം എനിക്കറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നത്. ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിരുന്നുവെങ്കിൽ അവനില്ലാതാക്കാൻ എനിക്ക് നിമിഷ നേരങ്ങൾ മാത്രം മതി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴുള്ള അവൻ്റെ ജീവിതത്തിന് ഇരട്ടിയായി തോൽവി എന്തെന്ന് അവൻ അറിയണം. അത് എനിക്ക് കാണുകയും വേണം.
ഒരു ശത്രുവിനോടെന്നതുപോലെ അയാളിൽ സ്വന്തം മകനായ ഹരിയോട് ദേഷ്യം നുരഞ്ഞു പൊന്തി. അവനെ തോൽപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രം അയാളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അവൻ സ്വന്തം മകനാണെന്ന കാര്യം അയാൾ മറന്നുപോയിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ തന്നെക്കുറിച്ച് ഇവർ ഈ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ ഒന്നും അറിയാതെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു ഹരി ഈ സമയങ്ങളിൽ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.